ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസം കേട്ടോ. സെപ്റ്റംബർ 28 അപ്പോൾ നമ്മൾ ഒന്നൊന്നര മാസമായിട്ട് കമ്പോലിക്ക് വേണ്ടിയുള്ള പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ട് ഇന്നാണ് നമ്മൾ ആഗ്രഹിച്ച ആ ദിവസം. കൊമ്പൻസ് മാറാടിന്റെ നേതൃത്വത്തിലുള്ള കമ്പോലി ഇന്നാണ് നടക്കുന്നത്. ജില്ലാ അടിസ്ഥാനത്തിലാണ് കമ്പോലി. 500 kg ആണ് കമ്പോലിന്റെ തൂക്കം. എന്ന് വെച്ചാൽ നമ്മൾ 7 പേര് 500 കിലോ പാടുള്ളൂ. നമ്മൾ കൊമ്പൻസ് മാറാടിന്റെ 7 പേരാണ് ഈ നടന്നു പോകുന്നത്. അവരുടെ മുഖത്തൊക്കെ വളരെ സന്തോഷമാണ് ഇങ്ങനെ ഒരു ടീമിൽ അല്ലെങ്കിൽ ഇങ്ങനൊരു പരിപാടിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിഞ്ഞതിൽ തന്നെ വളരെ സന്തോഷം. നമ്മളവിടെ കമ്മിറ്റി ടീം ആയതിനെ കൊണ്ട് തന്നെ അവർക്ക് വേണ്ടി വലിക്കാൻ പോകണം. ജയവും തോൽവിയും ഞങ്ങൾ ഇതിൽ പ്രതീക്ഷിക്കില്ല. പക്ഷെ ഞങ്ങൾ 1.5 മാസം പ്രാക്ടീസ് ചെയ്തത് എന്താണെന്ന് ഈ വരുന്ന കാണികൾക്ക് ഒരു ആവേശവും, അതുപോലെ തന്നെ ഞങ്ങൾ ഈ കൊമ്പൻസ് മാറാട് എന്ന് പേര് വിളിച്ച് ഞങ്ങൾ ട്രാക്കിലേക്ക് കയറുമ്പോൾ ഞങ്ങൾ എന്തൊക്കെയോ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷ അവരിൽ നഷ്ടപ്പെടുത്താത്ത വിധം ഒന്ന് മത്സരിക്കണമെന്ന് മാത്രമുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഈ പ്രാവശ്യത്തെ കമ്പോലി മത്സരത്തിൽ പങ്കെടുക്കുന്നത്. നമ്മുടെ ബീച്ചിന്റെ സൈഡിലായതിനെ കൊണ്ട് തന്നെ നല്ലൊരു വൈബാണ്, നല്ല കാറ്റും. രാവിലെ മുതലേ ഞായറാഴ്ച മഴയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഞങ്ങളോട് ചെന്നപ്പോൾ ഒരു മഴക്കാറുകളൊക്കെ ഇങ്ങനെ ഉണ്ട്. അപ്പൊ ആ ഒരു ഭയം എല്ലാവരുടെ മനസ്സിലും ഉണ്ട്. എന്നിരുന്നാലും അവരുടെ വളണ്ടിയേഴ്സിന്റെ ടാഗൊക്കെ തന്നപ്പോൾ ഞാനത് കഴുത്തിലിട്ട് തൂക്കെല്ലാം എടുത്തതിന് ശേഷം കുറച്ചു നേരം ആ സ്റ്റേജിന് മുകളിൽ ഇങ്ങനെ ഇരുന്നു. അതെന്തെന്ന് വെച്ചാൽ ഇരുന്നിട്ട് ഇങ്ങനെ ഒരുപാട് ട്രാക്കൊക്കെ ഒന്ന് നോക്കുക. അവിടെ പരിസരങ്ങളും ആളുകൾ ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ. മത്സരം തുടങ്ങുന്നതിന് മുൻപേ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആളുകളൊക്കെ കാണാനും, അതുപോലെ തന്നെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയതിനെ കൊണ്ട് തന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ പാർക്കിലേക്കും ബീച്ചിലേക്കൊക്കെ വന്ന ആളുകളും കൂടി ഇവിടെ ഉണ്ടായപ്പോൾ ഒരു വലിയൊരു ജനത്തിരക്ക് തന്നെ കമ്പോലി കാണാനുണ്ട്. അപ്പൊ ആ സമയത്ത് മറ്റു ടീമുകളുടെ ആളുകളൊക്കെ വന്നിട്ട് തൂക്കം കൊടുക്കുന്നുണ്ട്. ഈ തൂക്കം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാം. രണ്ടാമത്തെ ഒരു തൂക്കം ഉണ്ടാവാറില്ല. ഇതിൽ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ, വളരെ സന്തോഷം തോന്നിയ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ആ പരിപാടി കാണാൻ വന്ന ആളുകളാണ് അച്ഛനും അതുപോലെ തന്നെ പാപ്പനും അനിയനും. അപ്പൊ എൻ്റെ അച്ഛനും പാപ്പനും അനിയനൊക്കെ ഞാൻ ഇത് എൻ്റെ അച്ഛനും പാപ്പനും അനിയന്മാരൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ഇപ്പൊ രസം പ്രായമായി, ചെറിയ പ്രായത്തിൽ അവരൊക്കെ പല സ്ഥലങ്ങളിലും പോയി കമ്പ് വലിച്ച ആളുകളാണ്. അപ്പൊ ഇവര് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാന്ന് വിചാരിച്ച് ഞങ്ങളെ കൂടെ പോകുന്നതാണ്. അപ്പം കാണാൻ വന്നപ്പോൾ അവർക്കും ആ ഒരു പണ്ടത്തെ കമ്പോലിന്റെ ആ ഒരു ഇഷ്ടവും ആ സ്നേഹമൊക്കെ കമ്പോലിനെ കൊണ്ട് ഉള്ളതിനെ കൊണ്ട് തന്നെ ഇവര് ചെറിയൊരു ടീം പേര് കൊടുത്തു. ഇവര് പ്രാക്ടീസ് ഒന്നുമില്ല, പണ്ട് കമ്പ് വലിക്കാൻ പോയ ആളുകളാണ്. അപ്പൊ അതിനൊക്കെ ചുക്കാൻ പിടിച്ചുകൊണ്ട് ഇത് എൻ്റെ അനിയനാണ്, പാപ്പന്റെ മോനാണ്. അപ്പൊ ഇവൻ മുന്നിൽ നിന്നിട്ട് ഇവനെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് വിളിച്ചാൽ പോലും വരാത്ത ഇവൻ ഈ ദിവസം കമ്പോലിന്റെ അറ്റ്മോസ്ഫിയറും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അവനും ഒരു ത്രില്ലായി. ഇവിടെ ജയവും തോൽവിയും മാത്രമല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഇതേപോലെ കണ്ടു നിൽക്കുന്ന ആളുകൾക്ക് ഒരു എന്താ പറയാ, ഇതിൽ പങ്കെടുക്കണം എന്ന് ഒരു തോന്നൽ വന്നല്ലോ, അതിലാണ് വളരെ സന്തോഷം. അപ്പോൾ ഈ അച്ഛനും പാപ്പന്മാരും അനിയന്മാരും കൂടി ഒരു ടീം നമ്മുടെ അയ്യപ്പ സേവ സംഘത്തിന്റെ ഒരു ടീമിന്റെ പേരിൽ അവിടെ കൊടുത്തു. ഇതിൽ പ്രധാനമായും മറ്റൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ, ഇവിടെ കമ്പോലിക്ക് വന്ന അല്ലെ കമ്പോലിയിൽ പങ്കെടുക്കാൻ വന്ന എല്ലാവർക്കും വൈകുന്നേരത്തെ ഫുഡ് സ്പോൺസർ ചെയ്തത് നമ്മുടെ മാറാടുള്ള അയ്യപ്പ ഭജനമഠത്തിലെ ആ ഒരു സംഘടനയാണ്, അയ്യപ്പ ഭജനമഠം സംഘം. അപ്പോ ക്യാമറ പിടിച്ചിരിക്കുന്ന ജിതിനെയും അവർ പിടിച്ച് തൂക്കിയിട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ 500 കിലോ ആണല്ലോ നമ്മുടെ വെയിറ്റ് വേണ്ടിയത്. അപ്പൊ ഈ 500 കിലോ തൂക്കം കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് പാപ്പനും അച്ഛനും എല്ലാവരും കൂടിയ സമയത്ത് ഒരു വെയിറ്റ് കുറഞ്ഞ ഒരാൾ വേണം. ജിതിനാകെ ഒരു 55 കിലോനുള്ളൂ. അപ്പൊ ജിതിനും ഇതിലേക്ക് പിടിച്ചിട്ടു. അങ്ങനെ അവര് ഏകദേശം കറക്റ്റ് 485 അങ്ങനെ എന്തോ വെയിറ്റ് വന്നപ്പോൾ അവരവിടെ ആ ടീം സെറ്റാക്കി. പിന്നെ വൈകുന്നേരങ്ങളിൽ ഇതൊരു ഉദ്ഘാടന ചടങ്ങാണ്. നമ്മുടെ മാറാട് CI ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, BJP പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ അതിൽ 2 വാക്ക് ആശംസ പറഞ്ഞു. അതിനുശേഷം നമ്മൾ ടീമിനെയൊക്കെ വിളിച്ചിട്ട് ഫിക്സർ തയ്യാറാക്കലും അത് അപ്പോഴത്തേനൊക്കെ ആ ഗ്രൗണ്ടിലൊക്കെ ആളുകൾ ഒരുപാട് ആയി തുടങ്ങി. ആ സമയത്ത് കോച്ച് ഞങ്ങൾ എല്ലാവരും വിളിച്ചിട്ട് ഓരോ ടെക്നിക്ക് പറഞ്ഞുതരാണ്. വലിക്കുമ്പോൾ ഇങ്ങനെ വലിക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, നമ്മൾ എങ്ങനെ കാല് കുത്തണം, ഈ കാര്യങ്ങളൊക്കെ കോച്ച് ഞങ്ങൾക്ക് മുൻകൂർ പറഞ്ഞു തരാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് പറഞ്ഞു തന്നാൽ നമ്മൾ ട്രാക്കിലേക്ക് കയറുമ്പോൾ ഫുള്ള് ബ്ലൈൻഡായി പോകും. നമ്മൾ പറയണതോ അല്ലെങ്കിൽ എന്താ പറയുക, ആ സമയത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥ. അത് കമ്പ് വലിക്കുന്ന ആളുകൾക്ക് ഇതിലേക്ക് ഈ ട്രാക്കിലേക്ക് ഇറങ്ങിയാലും നമ്മുടെ ജനങ്ങളുടെ ആ ഒരു ആവേശവും ആർക്കും കൂടി എല്ലാം കണ്ടാൽ നമുക്കത് മനസ്സിലാവും. അപ്പോൾ ഏകദേശം കമ്പോലി തുടങ്ങുമ്പോൾ 7 മണി ആയിരിക്കണം. അപ്പോൾ ആ ഒരു 7 മണി സമയത്ത് തന്നെ നല്ല തിരക്ക്. ഞങ്ങൾക്ക് ബാക്കിലൊക്കെ നിൽക്കും. கூட்டுக்குள்ள சொர்க்கம் இருக்கு, அட சின்ன
காசு பணம் எண்ணத்துக்கு பச்சை கிளிகள் தோளோடு பாட்டுக்குயோ மடியோடு பூலோகம் ஆனந்தத்தின் இல்லை இந்த பூமிக்கு கண்ணீர் சொந்தம் இல்லை. അങ്ങനെ കൊമ്പന്മാര് കൊമ്പ് കോർക്കണ വടംവലി മത്സരം തന്നെയായിരുന്നു നടന്നത്. ഓരോ ടീമും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്, ആരും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഞങ്ങളെ കൊമ്പൻസ് മാറാട് എന്ന് പറഞ്ഞിട്ട് എ ടീമും ബി ടീമും ഉണ്ടായിരുന്നു. അപ്പോൾ ബി ടീം ആദ്യ മത്സരത്തിൽ ഫെയിൽ ആയിപ്പോയി. അത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വെറുതെ തട്ടിക്കൂട്ടിയൊരു ടീമായിരുന്നു. ഞങ്ങൾ എ ടീമാണ് ഈ പ്രാക്ടീസ് ചെയ്ത ആളുകൾ. അപ്പോൾ ഈ എ ടീമിൽ നിന്ന് വിളിച്ച് ഞങ്ങളെ ഗാലറിയിലേക്ക് അല്ലെങ്കിൽ ട്രാക്കിൻ്റെ ഉള്ളിലോട്ട് വിളിച്ച സമയത്ത് തന്നെ ഒരുപാട് കയ്യടികളും ആർപ്പുവിളികളൊക്കെ ഉണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ മനസ്സിലൊരു പേടി, ജനങ്ങളെ ഈ കൊമ്പൻസ് മാറാടിൽ നിന്ന് എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു പേടി. അപ്പം എന്നിരുന്നാലും വേണ്ടില്ല, കോച്ച് നല്ല സപ്പോർട്ടായിരുന്നു. കോച്ച് ഞങ്ങളോട് നല്ല ആവേശം അല്ലെങ്കിൽ ഞങ്ങൾക്ക് നല്ല മോട്ടിവേഷനൊക്കെ തന്നുകൊണ്ട് നിന്നു. അപ്പം ഈ പൂയിയുള്ള സ്ഥലത്ത് അതിനെ കൊണ്ട് തന്നെ കാലിങ്ങനെ സ്ലിപ്പാവുണ്ട്. ആ ടെൻഷനെ കൊണ്ട് തന്നെ എനിക്ക് കാല് തട്ടാനൊന്നും കഴിഞ്ഞു. ഈ കാലിൻ്റെ അടിയിൽ കുറച്ച് മണ്ണൊക്കെ ഉള്ളതിനെ കൊണ്ട് തന്നെ എനിക്കത് എത്ര പെട്ടെന്ന് തട്ടാനൊന്നും കഴിഞ്ഞില്ല. എന്നാലും ഞാൻ മാക്സിമം എൻ്റെ കാലിങ്ങനെ സ്ലിപ്പായി പോകുന്നുണ്ട്. ഞാനാണ് ഏറ്റവും ബാക്കിൽ നിൽക്കുന്നത്. എന്തായാലും ഞങ്ങൾ മാക്സിമം പിടിച്ചിരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ സമയത്തുള്ള പ്രാക്ടീസും മറ്റു കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ മത്സരിക്കുന്ന സമയത്ത് ആവശ്യം. നമ്മൾ ബോഡി വെയിറ്റും മറ്റു കാര്യങ്ങളൊന്നുമല്ല, ഞങ്ങൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണോ അതിനനുസരിച്ചായിരിക്കും നമ്മൾ കമ്പ് വലിക്കുന്നതും അതുപോലെ തന്നെ ടീമിനെ പരാജയപ്പെടുത്താൻ കഴിയുന്നതും. ഞങ്ങൾ ഏകദേശം 2 മിനിറ്റോളം അവരുമായിട്ട് പിടിച്ചിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ആ പരിപാടിയിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല. എന്നിരുന്നാലും ഈ പരിപാടിയിൽ ഇങ്ങനെ ഈ കൊമ്പൻസ് മാറാട് എന്ന് പറയുന്ന ടീമിന്റെ ഒരു കമ്മിറ്റി ടീമായിട്ട് വലിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അത് മാത്രമല്ല, അതിലുപരി എന്താന്ന് വെച്ചാൽ അച്ഛനും പാപ്പന്മാരും പ്രായം തളർത്താത്ത ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് അവരുടെ ഉള്ളിൽ ഇപ്പോഴും ഉള്ളത് കണ്ടതും, അതുപോലെ തന്നെ അവർ കമ്പ് വലിക്കുമ്പോൾ ജയവും തോൽവിയല്ല, അവർ വലിക്കാൻ ഇറങ്ങിയല്ലോ എന്ന് ആലോചിച്ചിട്ടുള്ള സന്തോഷം ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ വിമർശനങ്ങളും എല്ലാം നിങ്ങൾക്ക് രേഖപ്പെടുത്താം. നിങ്ങളുടെ നാട്ടിൽ കമ്പോയിലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അടിയിൽ കമൻ്റ് ആയിട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. ஸ்டூடெண்ட்ஸ் மனமோ நந்தவனமே ரோஜா இருக்கும் முள்ளும் இருக்கும்